ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ കേസിലെ ഒന്നാം പ്രതി ആരോടൊപ്പം നിന്നു, ആരുമൊക്കെയായി സംസാരിച്ചു, ആ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എങ്കിൽ ഇതാ ഇപ്പോൾ പുതിയ ചിത്രം പുറത്തു വരുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഒരു പക്ഷേ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് പത്മകുമാറിലേക്കാണ് എങ്കിൽ അടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഈ ചിത്രങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. വി വിനോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, കൂടുതൽ ചിത്രങ്ങൾ, ഈ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം സോണിയാഗാന്ധിയെയും അടൂർ പ്രകാശിനെയും ഒക്കെ ആക്രമിക്കുന്നത്. അത് ചിത്രങ്ങൾ മാത്രമല്ല, ആ ബന്ധത്തിൻ്റെ പേരിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇവർ എത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. അതിന് പിന്നാലെയാണല്ലോ കടകംപള്ളിയോടൊപ്പമുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ആ വിവരങ്ങൾ? അഭിലാഷ്, CPM ഒന്നുകൂടി പ്രതിരോധത്തിലാവുകയാണ്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം വന്നത് താൻ ഒരു തവണ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ആ ചടങ്ങ് ഓർക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നീട് ആ ചിത്രം പുറത്തു വന്നു. അത് മുതിർന്ന പുരുഷന് അദ്ദേഹം ഉപഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തിരുത്തൽ ഉണ്ടായത്. അത് ശബരിമലയിലേക്ക് പോകും വഴി, യോഗത്തിന് പോകും വഴി താൻ തന്ത്രിയുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുന്നു, അത് അറിയിച്ചത് കൊണ്ട് അവിടെ ഇറങ്ങുകയും അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഉപഹാരമെടുത്ത് ആ മുതിർന്ന വ്യക്തിക്ക്, അത് കുഞ്ഞിന്റെ മുത്തച്ഛനാണെന്ന് കരുതുന്നു, അദ്ദേഹത്തിന് നൽകി എന്നൊരു വിശദീകരണവും തിരുത്തലുമാണ് പിന്നീട് കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. രാജു എബ്രഹാമും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം കടകംപള്ളി പറഞ്ഞു. രാജു എബ്രഹാമും അത് സ്ഥിരീകരിച്ചു. ഇരുവരും ഒരുമിച്ചുള്ള യാത്രയിലാണ് അങ്ങനെ ഇറങ്ങിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വാദം പൊളിയുകയാണ്. ഒന്നിൽ കൂടുതൽ തവണ അവിടെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഒരു കുട്ടിക്ക് ഉപഹാരം നൽകുന്ന ചിത്രം തന്നെയാണ്. അതായത് കടകംപള്ളിയുടെ വാദം ശരിയല്ല എന്ന നിലയിലേക്ക് വരുന്നു. ഒരു തവണയല്ല പോയിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ തവണ പോറ്റിയുടെ വീട്ടിൽ ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ അവിടെ നടന്ന ആ വീട്ടിൽ നടന്ന വിശേഷ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ അവിടെ എത്തി എന്നത് തെളിയിക്കുന്ന ദൃശ്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുതൽ കോൺഗ്രസിന് നേരെയുള്ള അല്ലെങ്കിൽ UDF നേരെയുള്ള ആക്രമണം കടുപ്പിക്കുന്ന ഒരു നിലയിലേക്ക് രാഷ്ട്രീയ സമീപനം LDF മാറ്റിയിരുന്നു. പ്രത്യേകിച്ച് SIT കോൺഗ്രസ് നേതാക്കളിലേക്ക് തിരിയുന്നു. അടൂർ പ്രകാശിനെ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി 2.5 മണിക്കൂർ മൊഴിയെടുത്തിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. പോറ്റിയെയും ഒപ്പുവരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടായി. പോറ്റിയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇടപാടുകൾ അല്ലെങ്കിൽ ആ തരത്തിൽ ഇരുവർക്കുമിടയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും അന്വേഷണ സംഘം ആരാഞ്ഞത്. അതിനുശേഷം മാധ്യമങ്ങളോട് അടൂർ പ്രകാശ് പ്രതികരിച്ചു. പുതിയ വിവരം പുറത്തു വരുന്നത് ആന്റണി ഉൾപ്പെടെയുള്ളവരെ ഈ തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്നതാണ്. ഒരു പക്ഷേ ഈ സോണിയാഗാന്ധിയുമായുള്ള ബന്ധമാണ് വലിയ ആരോപണമായി CPM ഉയർത്തിക്കൊണ്ടുവരുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിൽ ദേശീയ നേതാക്കൾക്ക് പോലും നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. കാരണം BSSCയുടെ രണ്ടാമത്തെ റിപ്പോർട്ടും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പറയുന്ന തരത്തിൽ 928 ഗ്രാം സ്വർണമാണ് ഉരുക്കിയത് എന്ന് പറയുന്ന വാദം കളവാണ്, അത് ശരിയല്ല. കൂടുതൽ സ്വർണം ഇങ്ങനെ ഉരുക്കിയെടുത്തിട്ടുണ്ട് എന്ന കാര്യം തെളിയിക്കുന്നതാണ് BSSCയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അതിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള അനുമതി ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം തേടുകയും ചെയ്യും. ആ തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം ഒരു ചിത്രം പുറത്തു വരുന്നത്. അതായത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് VD സതീശന്റെ യാത്ര തുടങ്ങി 2ാം ദിവസമാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. ഈ യാത്രയിൽ ഉടനീളം കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭമാണ്. കരിങ്കൊടി പ്രതിഷേധവും ഈ യാത്രയ്ക്കൊപ്പം തന്നെ പലയിടങ്ങളിലായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കെതിരെയും ഒക്കെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന്റെ മുനയടിക്കുക എന്നത് തന്നെയാണ് MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗവും. അതിൽ തന്നെയാണ് വ്യക്തമായത്. അടൂർ പ്രകാശിനെ ഇതാ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. താൻ ഈ പ്രസംഗം നടത്തുമ്പോൾ LDFന്റെ മേഖലാ യാത്രയിലാണ് അദ്ദേഹം പറഞ്ഞത്, താൻ ഈ പ്രസംഗം നടത്തുമ്പോൾ അടൂർ പ്രകാശ് SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ്. ആ തരത്തിൽ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് നേടുന്ന സാഹചര്യം LDFനുണ്ടായിരുന്നു. അതിന്റെ മുനയൊടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല അഭിലാഷ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം തന്നെ സ്വകാര്യ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഇവരുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, എന്തായാലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തടക്കം കൂടുതൽ സജീവമാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതേസമയം ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് ഉയരുന്നു എന്നുള്ളതാണ്. നഷ്ടമായ സ്വർണത്തിന്റെ അളവ് ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ സൂചിപ്പിക്കുന്ന VSSCയുടെ അന്തിമ ഫോറൻസിക് ഫലം SITക്ക് ലഭിച്ചു. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്വർണത്തേക്കാൾ കൂടിയ അളവിൽ സ്വർണം നഷ്ടമായി എന്നാണോ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? അതിന്റെ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ വിനോദ്? അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. നേരത്തെ നടത്തിയ പരിശോധന അതിൽ 989 ഗ്രാം, അതാണ് അതിന്റെ കൃത്യമായ അളവ്. 989 ഗ്രാം സ്വർണം ഉരുക്കിയപ്പോൾ ലഭിച്ചെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ മൊഴി നൽകിയത്. എന്നാൽ VSSCയിൽ നടത്തിയ രണ്ടാം പരിശോധനയുടെ ഫലം പുറത്തു വന്നിരിക്കുന്നു. ഈ കണക്ക് ശരിയല്ല, ഇതിൽ കൂടുതൽ സ്വർണം ഉരുക്കിയെടുത്തിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോകുന്നത്. ഈ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയെ അറിയിക്കും അന്വേഷണ സംഘം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ. ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ വലിയ രാഷ്ട്രീയ ആരോപണം സർക്കാർ നേരിടുകയാണ്. കാരണം ഈ കേസിലെ പ്രതികൾ ഒന്നൊന്നായി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. ദ്വാരപാലക ശില്പങ്ങളിലെ പാളി മാറ്റിയതിലും കട്ടളപ്പാളി മാറ്റിയതിലും അടക്കമുള്ള കാര്യങ്ങളിൽ ഭാഗികമായ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇതൊരു വലിയ വീഴ്ചയായി തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ അവിടെ ഈ ചെമ്പ് കൊണ്ടുപോയത്, അത് അവിടെ ഉണ്ടായിരുന്ന ചെമ്പ് തിരികെ കൊണ്ടുവന്നിരുന്നോ, അല്ലെങ്കിൽ ആ ചെമ്പ് വിദേശത്തേക്ക് കടത്തിയോ, അല്ലെങ്കിൽ മറ്റേ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തോ, ഇത്തരം കാര്യങ്ങളിൽ ഈ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെമ്പിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായത്. പക്ഷേ ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഭാഗികമായ ഒരു കുറ്റപത്രം, ഏതായിരുന്നാലും ഈ കവർച്ച സ്ഥിരീകരിക്കപ്പെട്ടതാണ്. സ്വർണം കവർന്നു എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അവിടെ നിന്ന് കൊണ്ടുപോയ ആളുകൾ പിടിയിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തു. മഹസറിൽ കൃത്രിമം കാണിച്ചവർ പിടിയിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു കുറ്റപത്രം, ഭാഗികമായ കുറ്റപത്രമെങ്കിലും കോടതിയിൽ സമർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തയ്യാറാകാതെ 90 ദിവസം കടന്നു പോകുന്ന നിലയുണ്ടാവുകയും 90 ദിവസം കഴിഞ്ഞു പോയതോടുകൂടി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന നിലയുണ്ടാവുകയും ചെയ്തു. ഇത് ബോധപൂർവം സർക്കാർ ഒരുക്കിയ ഒരു സാഹചര്യമാണെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് VD സതീശന്റെ കേരള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ വളരെ പ്രസക്തമായി നമുക്കറിയാം, ഏറ്റവും ശക്തിയോടുകൂടി അവർ ഉയർത്തിക്കാണിക്കാൻ പോകുന്ന കാര്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരിക്കും. ആ കാര്യം തന്നെയാണ് അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ തുടർന്നുള്ള വേദികളിലെല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായിരുന്നാലും സർക്കാരിനെ ഇപ്പോൾ വെട്ടിലാക്കുന്ന ഒരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുന്നു.